ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ചോദിച്ച പോലെ ഫുൾ ഡേ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇതിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലത്തെ ടിഫിൻ ബോക്സിലേക്കുള്ള ഐറ്റം റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റില്ലേ, മുട്ടൻ്റെ വെള്ള, അത് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോറാണ്. 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. എന്നിട്ടിതാ ഞാനിപ്പം ഒരു മുട്ടൻ്റെ വൈറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിപ്പം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത്ര അധികം ഓയിൽ വേണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ആ ഒരു തനതായ ടേസ്റ്റിലുള്ള ന്യൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പം ഓയിൽ നല്ലോണം ചൂടായിട്ട് മാത്രം ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള വെജീസ് കട്ടാക്കി എടുക്കലാണ്. നമ്മൾ 2 ക്യാരറ്റും പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ്, ഒരു ഉള്ളി, പിന്നെ ഒരു 10-15 അല്ലി 8 അല്ലിയെല്ലാം വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ. പിന്നെ ക്യാപ്സിക്കവും വേണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കലാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ന്യൂഡിൽസ് എല്ലാം ഉണ്ടാക്കുമ്പം ഈ ഒരു ക്യാബേജും ക്യാരറ്റെല്ലാം നല്ലോണം നേരിയ രീതിയിൽ വേണം കട്ടാക്കി എടുക്കാൻ. എന്നാലാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുക കേട്ടോ, റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന രീതിയിലുള്ള. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി കട്ടാക്കും മുമ്പേ ഉള്ളിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു എന്താ പറയുക തടിച്ച ഭാഗം ഉണ്ടാവില്ലേ, അതും കട്ടാക്കിയിട്ട് കളയണം കേട്ടോ. പിന്നെ ക്യാബേജ് കട്ടാക്കുമ്പോൾ ആ ഒരു ലീഫി ഭാഗം മാത്രം കട്ടാക്കി എടുക്കുക, ബാക്കിയുള്ളതെല്ലാം അങ്ങ് ഒഴിവാക്കുക കേട്ടോ. എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കട്ടാക്കലാണ്. പിന്നെന്താ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് വരുന്നുണ്ട്. എന്താ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാലില്ലേ, ഞാൻ നല്ല ബിസിയാണ്. എനിക്ക് ചുമയും കാര്യങ്ങളെല്ലാം ആയിട്ട് എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. കുറേ ടൈം ചുമക്ക് വന്നിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ എല്ലാം തെറ്റിപ്പോക്കില്ലേ, അതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരക്ക് പിടിച്ചിട്ടായിരിക്കും വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം കൊടുക്കുന്നത്. ഇന്ന് തന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ എന്താ പറയുക 1 മണിക്കൂർ മുമ്പേ ആണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ക്യാബേജിൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ക്ലിം റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലില്ലേ കുറേ നാൾ എന്താ പറയുക കറുപ്പടിച്ച് പോകുകയും ചെയ്യില്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് നേരെ രീതിയിൽ തന്നെ കട്ടാക്കി എടുക്കലാണ്. പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ നേരെ രീതിയിൽ കട്ടാക്കി എടുക്കുക. പിന്നെ ക്യാപ്സിക്കിലെ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ ഗ്രീൻ കളർ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എടുക്കുക, സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ മുട്ട ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഒരു ഉള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു ഉള്ളിൻ്റെ പകുതി, ഒരു വലിയ ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് വരുന്ന കമൻറ്റാണ് റമദാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തോ, ആ വ്ളോഗ് ചെയ്തൂടെ എന്നെല്ലാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാത്തത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നും ടൈമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ ഓരോരോ ഭാഗങ്ങൾ ഡെയിലി അങ്ങനെ ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ക്ലീനിങ് വ്ളോഗ് ചെയ്യാം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അടുത്ത ടിപ്പ് പറയാം. നമ്മൾ ന്യൂഡിൽസ് എല്ലാം റെഡിയാക്കുമ്പോഴേ വെള്ളം നല്ലോണം തിളച്ച് വരണം, എന്നിട്ട് മാത്രമേ ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും പിന്നെന്താ മുളക് പൊടി, ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരാൻ വേണ്ടിക്ക് മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ റെഡ് കളർ ഉണ്ടാവില്ല, ഫുഡ് കളറ്, അത് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു വൈറ്റ് കളറ് മാറിയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു റെഡിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ന്യൂഡിൽസ് എടുക്കലാണ്. ന്യൂഡിൽസ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇങ്ങനെ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. ഈ വെള്ളം നല്ലോണം തിളച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരില്ല ന്യൂഡിൽസ്. അപ്പോൾ വെള്ളം തിളച്ച് വരാൻ പോകുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ന്യൂഡിൽസ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിങ് എല്ലാം കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അധിക ടൈമൊന്നും നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അന്നേരം തന്നെ ഊറ്റിയെടുത്ത ഉടനെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ വെള്ളം ഊറ്റിയെടുക്കലാണ്. വെള്ളം ഊറ്റിയെടുക്കുന്ന ടൈമിൽ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തിളച്ച് വരുന്ന ടൈമിലാണ് ഈ നൂഡിൽസ് ഇട്ട് കൊടുത്തത്, വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ. അപ്പോൾ ഒട്ടും എത്ര ടൈം വെച്ചാലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. കാര്യം ഓയിലും എന്താ പറയുക വെള്ളവും എല്ലാം കൂടി തിളച്ച് ശേഷമാണ് നമ്മൾ ഈ ഒരു നൂഡിൽസ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ബട്ടറാണ് വേണ്ടേ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ടാക്കി വെച്ച വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് കട്ടാക്കി വെച്ച ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഈ ക്യാരറ്റും ക്യാബേജെല്ലാം നേരെ രീതിയിൽ കട്ടാക്കി കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാകും കേട്ടോ കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കലാണ്. നല്ലോണം കുക്കായിട്ട് വരണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഭയങ്കരമായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനെഗർ, പിന്നെന്താ പെപ്രിക്കയിലെ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലെക്സിലെ അത് ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നൂഡിൽസില്ലേ അത് ഞാൻ ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു എന്താ പറയുക മസാലയും പിന്നെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ അതേ കളറിൽ അടിപൊളി ടേസ്റ്റുള്ള നൂഡിൽസാണ്. നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കും എനിക്ക് പറയലാണ്. ഇർഫാന ഷംഷീർ, നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ നൂഡിൽസ് റെഡിയാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിലാണ് കേട്ടോ കുക്കാക്കി എടുക്കേണ്ടത്. അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. സത്യം പറഞ്ഞാലില്ലേ ഇതെല്ലാം ഭയങ്കര തിരക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ വിളമ്പുന്ന കാര്യങ്ങളും കുട്ടികളെ രാവിലെ പോകുമ്പോൾ എല്ലാവരും അറിയുന്നതായിരിക്കും, നല്ല തിരക്കുള്ള സമയമാണ്. പിന്നെ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഷെയർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ആക്കിയതാണ്. ഇനിയിപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ടിഫിൻ ബോക്സ് റെഡിയാക്കിയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും. ഞാൻ രാവിലെ എണീച്ചാൽ തന്നെ ടിഫിൻ ബോക്സിലേക്കുള്ള ഐറ്റംസാണ് നോക്കൽ. എന്നിട്ടാണ് നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം കുടിക്കൽ. കാരണം എല്ലാവരും ഒരുമിച്ച് ചായ എല്ലാം കുടിക്കണം. എന്താ പറയുക, നമ്മൾ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ കുടിക്കൽ. ഇല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ചായ എല്ലാം തണിഞ്ഞു പോകും. അപ്പം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് എന്താ പറയുക സോറി എല്ലാം പോയി. ഞാനിങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് തെറ്റിപ്പോകുന്നത്. അധികം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ ഭാഗങ്ങൾ കട്ടാക്കും കേട്ടോ. എന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തുക. ഇതിപ്പം കട്ടാക്കാൻ ഇന്നെന്തായാലും ടൈമില്ല, സോറി. ഞാനിപ്പോൾ കുട്ടികൾക്ക് ഫുഡ് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ന്യൂട്ടലിയും ബ്രെഡും മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് പഴവും സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ടായിന്. സ്ട്രോബെറിയും കൂടി കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പം വേറെ ഒരു ടേസ്റ്റാണ്. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടർ ഉണ്ടാവില്ലേ, പീനട്ട് ബട്ടറിലും ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാവർക്കും അറിയുന്ന അതാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ കട്ടാക്കി എടുക്കലാണ്. മോനിക്ക് സ്ട്രോബെറി ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും ഇട്ടിട്ട് ബ്രെഡൊന്നും കഴിക്കലൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് മോനിക്ക് സെപ്പറേറ്റ് ബ്രെഡും ന്യൂട്ടലും ഉണ്ടാക്കി കൊടുക്കലാണ്. ഇതിപ്പം നിൽക്കാക്കും എനക്കും മക്കൾക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ചായ കുടിച്ച് മക്കളെല്ലാം സ്കൂളിൽ അയച്ച് അതെല്ലാം ഭയങ്കര തിരക്കുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൂടി വീഡിയോയിലൊന്നും പറയലുണ്ട്. പക്ഷെ ഒരിക്കലും കഴിയൂല കേട്ടോ. ഇതെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേഗം തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറും. ആ ഒരു ടൈമിൽ മക്കളായ അഞ്ചയിലും കാര്യങ്ങളെല്ലാം ഒന്ന് എന്നിട്ട് മോനെ വിളിക്കും. ഓരോരു സമയം മോനെ നേരത്തെ എണീക്കും കേട്ടോ. എന്നിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ
ഇതാ കുട്ടികളെല്ലാം ക്ലാസ്സിൽ പോയി. എക്കില്ലേ ഈ ഒരു വാക്യൂം ക്ലീനറില്ലേ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിക്ക് ആളെ വിളിച്ചതാണ്. അപ്പോൾ ഇതെനിക്ക് ആക്കാരോന്ന് അയച്ചതാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാനിതാ അലക്കാനുള്ള ഡ്രസ്സെല്ലാം അലക്കാനിടലാണ്. എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ ഡെയിലി അലക്കാനിടലുണ്ട്. കാര്യം എന്താ പറയുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുന്നുകൂടിയ പോലെ ഉണ്ടാവും, പിന്നെ മടി പിടിക്കും. അതുകൊണ്ട് അന്നുള്ളത് അന്നന്ന് അലക്കും. അങ്ങനെയല്ല, ഒരു ദിവസം മക്കളത് അലക്കും, വേറൊരു ദിവസം എൻ്റെതും മോൻ്റെതും മാത്രം അലക്കും, വേറൊരു ദിവസം കൻ്റെ അലക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അലക്കിയിട്ട് ആറിയിടാനും, നമ്മൾ ആറിയിടലെന്ന് പറയും, ആറിയിടാനും മടക്കിയെടുക്കാനും അത് സെപ്പറേറ്റ് ഇതെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല, നല്ല ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അന്നുള്ളത് നമുക്ക് മടക്കിയെടുക്കാനും കഴിയും, കുറച്ചല്ലേ ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അലക്കുമ്പില്ലേ എന്താ പറയുക, ഡ്രസ്സ് അത്ര ക്ലീൻ ആവുകയും ചെയ്യില്ല. പിന്നെന്താ, അത് നമുക്ക് മടി പിടിച്ചിട്ട് പിന്നെ മടക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ എനിക്ക് നിങ്ങളോടൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ ചാനലിൽ ഇപ്പം 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് കേട്ടോ, പിന്നെ എൻ്റെ ഹാർഡ് വർക്കും. അപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് ഞാൻ വീണ്ടും താങ്ക്സ് അറിയുന്നത്. കരിയിൽ നമ്മൾ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ലേ, അന്നെങ്ങാനും ഉച്ചയ്ക്ക് ഒരാളെന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഇർഫാനെ ഞാൻ അർജൻറ്റായിട്ട് വിളിക്കുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയിട്ടുണ്ടായിന്, എന്താണെന്നുള്ളി അർജൻറ്റായിട്ട് വിളിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇർഫാന കഞ്ഞിയും പയറും ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലേ, അതിൽ ഇർഫാനാൻ്റെ എന്താ പറയുക, ആ ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇർഫാനാൻ്റെ തട്ടിടാത്ത ആ ഒരു നഗൽ കാണുന്നുണ്ട്, അത് കണ്ടിട്ട് ഞാൻ വിളിച്ചതാണ്. കാര്യം ഞാൻ രാവിലെ എണീച്ചപാട് ഇർഫാനാൻ്റെ വീഡിയോ വെച്ചിട്ടാണ് പണിയെടുക്കൽ, മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിക്കുന്നു. ഭയങ്കര ഈസി ആയിട്ട് തോന്നലുണ്ട് എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ച ആളെ ഞാൻ രണ്ടാമത് വിളിച്ചുതരാൻ എനിക്ക് കിട്ടിയിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ഞാൻ അത് വേഗം കട്ടാക്കി രണ്ടാമത് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല ആളോട് താങ്ക് യു സോ മച്ച് കേട്ടോ. നമ്മൾ ഓരോരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അത് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. പിന്നെന്താ, രാവിലെ എണീച്ചിട്ട് ഇർഫാനാൻ്റെ വീഡിയോ വെച്ചിട്ടാണ് പണിയെടുക്കുക, ഭയങ്കര മോട്ടിവേഷനാണെന്നെല്ലാം പറയുമ്പം കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പണിയെല്ലാം വേഗം തീരുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിൻ്റെ റിസൾട്ട് അങ്ങനെ കിട്ടുമ്പം നിങ്ങളത് പറയുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ റമദാൻ ക്ലീനിങ് തുടങ്ങിയ ഇർഫാനാൻ്റെ കൂടെ തുടങ്ങാനാന്നെല്ലാം കമൻറ്റ് കാണലുണ്ട്. ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് ഓരോരോ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞ റമദാൻ്റെ ക്ലീനിങ് എന്ന് കണ്ടാൽ അറിയും, ഞാൻ ഓരോരോ ഭാഗങ്ങളാണ് ക്ലീൻ ആക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ തുടങ്ങുമ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ക്ലീൻ ആക്കലാണ്. ഞാനിപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല, ജസ്റ്റ് ഈ സോഫലിൻ്റെ പൊടിയും നിലത്തുള്ള പൊടിയും കാര്യങ്ങളെല്ലാം എടുക്കലാണ്. ഇതിൽ എനിക്ക് അകാരോന്ന് അയച്ചെന്ന വാക്യൂം ക്ലീനറാണ് കേട്ടോ. ഇത് നല്ല യൂസാണ്. ഇതൊന്ന് വാങ്ങിക്കഴിഞ്ഞാലില്ലേ നമുക്ക് റമദാൻ്റെ ക്ലീനിങ്ങെല്ലാം ഭയങ്കര ഈസി ആയിട്ട് തോന്നും കേട്ടോ. നമ്മൾ സോഫൻ്റെ ഇടയിലുള്ള പൊടികൾ, പിന്നെന്താ എന്താ പറയുക, ചുമലിലുണ്ടാകുന്ന വണ്ണാമ്പല എന്ന് നമ്മൾ പറയും, എല്ലാ ഐറ്റംസും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടില്ലേ, ഈ ഒരു സോഫൻ്റെ ഭാഗമെല്ലാം ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെന്താ, ഇതുപോലുള്ള ഒരു വാക്യൂം ക്ലീനർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല ഈസി ആയിരിക്കും, എവിടെ ആണെങ്കിലും നമുക്കിത് കൊണ്ടുപോകാനും പറ്റും കേട്ടോ. പിന്നെന്താ, ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വാക്യൂം ക്ലീനറിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമായിരിക്കും. ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കണം. രാവിലെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, കുട്ടികളെല്ലാം പോയിട്ട് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫുൾ പണിയും വൈകുന്നേരം 3-4 മണി വരെ പെൻഡിങ്ങിലായിരിക്കും. അപ്പം ഞാനെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ പണികളെല്ലാം തീർന്നിട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ പണികളും എന്താ പറയുക തീർത്തിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കും. പിന്നെ രാവിലെ തന്നെ കുളിയും കാര്യങ്ങളും കഴിയുന്നതുകൊണ്ട് തന്നെ ആ ഒരു പണിയില്ല കേട്ടോ, നല്ലൊരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് റെഡിയാക്കുന്നത് തക്കാളി ചോറാണ്. തക്കാളി ചോറിൻ്റെ പഴയ ഡീം ലീഫിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനിതിൽ പറയാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ 4 തക്കാളി 2 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. 4 തക്കാളി തൊല കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തതാണ്. ഒരു 3 പച്ചമുളക്, 3-5 പച്ചമുളക്, എന്താ പറയുക, ഒരു കൈപ്പിടം നിറയെ മല്ലിയില, പുതിനയില,
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗീയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗീയോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും മിക്സ് ആക്കിയിട്ടും എടുക്കാം കേട്ടോ. ഗീയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കറാമ്പൂ, പട്ട, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കലാണ്. ഇതെല്ലാം ഈ ഒരു തക്കാളി ചോറെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയായിരിക്കും കേട്ടോ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് ഞാൻ പറയുന്നതാണ്. കാര്യം ഞാൻ തന്നെ കുറേ പ്രാവശ്യം എൻ്റെ ഡെയിലി ലൈഫിലെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലിപ്പോൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ടില്ലേ. അപ്പോൾ ഞാനെങ്ങനെയാണ് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് കാണിക്കാം. ബേ ലീഫ്, പട്ട, കറാമ്പൂ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അധികം വേണ്ട. ഒരു 3 ഏലക്ക എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏലക്ക ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിന്. അതിലുള്ള ഏലക്ക തീർന്നു പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഏലക്ക എടുക്കാൻ പോയതാണ്. എനിക്ക് സ്പൈസസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഏലക്കായാണ്. ഞാൻ ചായയിലെല്ലാം ഏലക്ക ഇട്ടിട്ട് കഴിക്കും കേട്ടോ. ചായയിലെല്ലാം ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക് ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ കുക്കിങ്ങിൻ്റെ സീക്രട്ട് പറഞ്ഞിട്ടില്ലേ, അതിലൊന്നാണ് കേട്ടോ ഏലക്ക. ഏലക്ക ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, ഏലക്കായ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓയിൽ നല്ലോണം ചൂടായിട്ട് മാത്രം കുക്കാക്കുക. പിന്നെ ഇങ്ങനത്തെ സ്പൈസസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ കുറച്ച് കുറക്കുക. എന്നിട്ട് അതിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും ഫുഡിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കറാമ്പൂ ഇല്ലേ, കറാമ്പൂ ഒരിക്കലും കൂടി പോകാൻ പാടില്ല. 2 കറാമ്പൂ, ബിരിയാണിക്കാണെങ്കിൽ ഒരു 4 കറാമ്പൂ, അതിനപ്പുറം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും കറാമ്പൂൻ്റെ ഒരു കുത്തുന്ന സ്മെല്ലുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരു ടിപ്പാണ് കേട്ടോ കുക്കിങ്ങിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക്. പിന്നെ ഉള്ളി, ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉള്ളി കൂടിക്കഴിഞ്ഞാൽ മധുര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഉള്ളിയെല്ലാം നല്ലോണം വഴറ്റിയിട്ട് മാത്രം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഉള്ളി വഴറ്റാനിട്ടിട്ടുണ്ട്. 1 ഉള്ളിയാണ് കേട്ടോ ഞാനിട്ട് കൊടുത്ത കറാമ്പ്, പട്ട, ഏലക്കെല്ലാം ഒന്ന് അതിൻ്റെ റോസ് സ്മെല്ല് മാറിയാലും 1 ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തക്കാളി ചോറിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കലാണ്. ഇതിൽ ബാസ്മതി റൈസ് എടുക്കാം, നിങ്ങൾക്ക് പച്ചരി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന സാധാ ആ ഒരു ബിരിയാണി റൈസ് എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ 2 കപ്പ് ഇതുപോലെയുള്ള കപ്പിൽ നിങ്ങൾക്ക് ഏതിലാണോ വേണ്ട അതിനനുസരിച്ച് എടുക്കാം. പക്ഷെ 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ കറക്റ്റ് എടുക്കേണ്ടത്. എന്നാലും നമുക്ക് പെർഫെക്റ്റായിട്ട് റൈസ് കുക്കായിട്ട് വരും. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം റൈസ് കഴുകാൻ പോലാണ്. ഈ ഒരു ടൈമിൽ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഉള്ളി ഉള്ളി കുക്കാവുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യൊന്നും ചെയ്യില്ല. ബാക്കിയുള്ള പണികൾ തീർക്കലാണ്. പാത്രം കഴുകാനുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം ചെയ്യലാണ് കേട്ടോ. നേരം നല്ല ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 5 എണ്ണം വേണം കേട്ടോ. 5 or 4 എരിവിനനുസരിച്ച് അത് ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റണം. എന്നിട്ട് മാത്രം അതിലേക്ക് ഞാനിതാ പുതിനയില, 1 കൈപ്പിടി നിറയെ പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരച്ച് വെച്ച തക്കാളിയില്ലേ, അത് 1 കപ്പ് ഉണ്ടായിട്ടുണ്ടായി, അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കലാണ്. അപ്പോൾ തക്കാളി ചോറാകുമ്പോൾ കുറച്ച് തക്കാളി വേണ്ടേ, അതുകൊണ്ടാണ് 2 കപ്പ് അരിക്ക് 4 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതും നല്ലോണം തിളച്ച് വന്നിട്ട് അതിൻ്റെ എണ്ണ തെളിയാന്ന് പറയൂലേ, അതുപോലെ തെളിയണം കേട്ടോ. എന്നാലാണ് ആ ഒരു തക്കാളിൻ്റെയും റോസ് സ്മെല്ലെല്ലാം മാറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ പച്ചമുളകും കൂടി കട്ടാക്കിയിടലാണ്. പിന്നെ ബിരിയാണിക്കലിലെ പച്ചമുളക് കൂടുതൽ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിക്കെല്ലാം പച്ചമുളക് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറെല്ലാം ഉണ്ടാവും കേട്ടോ. ബിരിയാണിക്ക് കല്യാണ വീട്ടിലെല്ലാം ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് വരും. ഇനിയിപ്പോൾ ഇതാ പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ടിത് നല്ലോണം തിളച്ച് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പം അതെല്ലാം കട്ടാക്കിയിട്ടാണ് കാണിക്കാം. അപ്പോൾ ഇതാ അത്രയും ടൈമിൽ ഞാനിതാ നല്ലോണം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ആക്കിയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ. ഈ ഒരു ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ ഗരം മസാല പൗഡറിന്ന് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും. ബിരിയാണി, സ്നാക്സ് എല്ലാത്തിനും ഈ ഒരു ഗരം മസാല പൗഡർ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വേണ്ട, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ അരി കഴുകിയെടുക്കലാണ്.
അപ്പോൾ ഇതാ അരിയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്കുള്ള വെള്ളം കൂടി റെഡിയാക്കി എടുക്കലാണ്. ആ ഒരു തക്കാളി ഉണ്ടാക്കിയ ആ ഒരു തക്കാളി ജ്യൂസ് ഒഴിച്ച ആ ഒരു കപ്പില്ലേ അതിലേക്ക് തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഞാനിപ്പോൾ ഇതാ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എത്ര അരി എടുക്കുന്നോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ റൈസ് കഴുകിയിട്ട് ഊറ്റിയെടുത്ത റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. വെള്ളം വറ്റിയിട്ട് ബബിൾസ് വരൂലേ, ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടില്ലേ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിൽ ഇടയ്ക്ക് മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതും ബിരിയാണിക്ക് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമല്ലോ അതിനൊന്നും ഇടയ്ക്ക് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഈ ഒരളവ് വെള്ളവും പിന്നെന്താ ഈ ബബിൾസ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 5-10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കാവും. ഇടയ്ക്ക് മിക്സ് ആക്കുമ്പോഴെല്ലാം അരിയെല്ലാം ഉടഞ്ഞു പോകാനെല്ലാം ചാൻസ് ഉണ്ട്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്നിട്ടാ പറയുന്നത്. ഞാനിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഗീയും കൂടി ഇട്ട് കൊടുത്തിട്ട് ബബിൾസ് വരുന്ന ടൈമിൽ മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കലാണ്. പിന്നെ ഇത് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തന്നെ കുക്കായിട്ട് വരും. ഇനിയിപ്പോൾ ഇതാണ് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം അന്നേരം തന്നെ കഴുകിയെടുക്കലാണ്. പിന്നില്ലേ എനിക്കൊരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കാനുണ്ട്. ഞാനില്ലേ എനിക്ക് നല്ല ചുമയുള്ള ആളാണ്. ശ്വാസം മുട്ടൽ പോലത്തെ ചുമയാണ് എൻ്റെത്. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് കതച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം കുറേ ടൈം ശ്വാസമെല്ലാം അടക്കി പിടിച്ചിട്ടല്ലോ എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് എനിക്ക് തെറ്റിപ്പോകുന്നതും ശ്വാസത്തിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി ഇർഫാന ഇങ്ങനെ കൊഞ്ചി സംസാരിക്കേണ്ടതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കൊഞ്ചി സംസാരിക്കുന്നതല്ല, എനിക്ക് ശ്വാസം കിട്ടാത്തതുകൊണ്ട് സംസാരം അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് എൻ്റെ സംസാരം ഇഷ്ടമാണ്, നല്ല സംസാരമെന്നെല്ലാം പറയുന്നവരുണ്ട്. എന്നാലും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ലൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം തന്നെ ഞാൻ സംസാരിക്കുന്നത് കഥച്ചിട്ടാണ്. ആരും ശ്വാസം കഴിക്കുമ്പോൾ എന്നൊക്കെ അങ്ങനെ ഫീലാണ് കേൾക്കും. അല്ലാണ്ട് ഞാനങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നതല്ല കേട്ടോ. കാരണം ഓരോരാളെ വീട്ടിലത്തെ അവസ്ഥ ഓരോരാക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് വിചാരിച്ച് നമുക്ക് വീട്ടിൽ വിഷമങ്ങളും കാര്യങ്ങളും ഇല്ലയെന്ന് അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നമ്മൾ ഉള്ളിൽ നമ്മൾ അധികം പറയാം. ചില ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നവർക്ക് അങ്ങനെ തോന്നും. നമ്മളെ ക്യാരക്ടറായിരിക്കും നമുക്ക് മറ്റുള്ളവരിത് അങ്ങനെ ആയിട്ട് തോന്നുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടിയിട്ടാണ് അധികം ഞാൻ ഡെയിൻമേ ലീഫൊന്നും എടുക്കാത്ത തന്നെ. കാരണം കുറേ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. ഓരോരോ ഭാഗങ്ങളിൽ ഞാൻ കട്ടിങ് മാത്രം വെക്കുന്നില്ലേ. അപ്പോൾ ഞാൻ കുറേ സമയം ചുമച്ചിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പം തന്നെ കുറേ വട്ടം കട്ടാക്കും കേട്ടോ ഓരോരോ ഭാഗങ്ങൾ ചുമച്ചിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റേ കണ്ടിട്ടില്ലും ബാക്കി എല്ലാവർക്കും ആ കമൻറ്റിൻ്റെ അടിയിൽ ഒരുപാട് പേര് റീപ്ലൈയും കൊടുത്തിട്ടുണ്ടായിന്. നമുക്കൊന്നും അങ്ങനെ തോന്നില്ലല്ലോ, നിനക്ക് അസൂയ ഉണ്ടാകുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ തോന്നിയെന്ന് നമുക്ക് തെറ്റ് പറയാൻ പാടില്ല. കാരണം എനിക്ക് ശ്വാസം കൂടുതൽ കേൾക്കേണ്ട വരുത്തുണ്ട് സംസാരിക്കുമ്പം. ശ്വാസത്തിന് എൻ്റെ നല്ല ചുമയാണ് എനിക്ക്. പൊടി അലർജി ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മോനിക്കും സെയിം വന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നെ ഫുള്ളായിട്ട് കാണിച്ചിട്ട് കൊഞ്ചിട്ടെല്ലാം സംസാരിക്കാം. കാരണം എന്നെ കാണിച്ചാൽ തന്നെ എനിക്ക് നല്ല റീച്ച് ഉണ്ടാവും. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ഞാൻ എന്തുദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ കൈമാത്രം കാണിച്ചിട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ എന്നെ ഫുൾ ആയിട്ട് കാണിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം കിട്ടുന്നതിലും നല്ല വ്യൂസ് കിട്ടും കേട്ടോ. വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്, ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നത്. അപ്പം കമൻറ്റ് ഇട്ടവർക്കുള്ള റീപ്ലൈ ആണ്. എനിക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ സോറി. ഒരുപാട് പേര് മാഷാഅല്ലാഹ് എനിക്ക് ഒരു കമൻറ്റ് അങ്ങനെ വരുത്തില്ലും കേട്ടോ. അത് സെയിം ഇട്ട ആൾ തന്നെയാണ് അങ്ങനെ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഓരോരാളുടെ വിഷമം ഓരോരാൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ. നമ്മൾ പുറത്ത് പറയണമെന്നില്ല ഓരോരോ വിഷമങ്ങൾ. അപ്പം ശ്വാസത്തിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് എനിക്ക്, പൊടി അലർജിയും കാര്യങ്ങളും. ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രൂട്ട്സോ ജ്യൂസോ ഒന്നും എനിക്ക് തിന്നാൻ കഴിയില്ല. അങ്ങനെയെല്ലാം കുറേ വിഷമങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ സംസാരിക്കുമ്പം ചുമച്ച് കുറേ നേരം അങ്ങനെയെല്ലാം ആക്കി കണ്ണും മുഖം മൊത്തം ചോപ്പടിക്കും. എന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങനെ ശ്വാസം നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്കല്ല, ഒരാൾക്ക് മാത്രമെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. ഓരോരാൾക്കും ഓരോരോ വിഷമമുണ്ടാവും. അങ്ങനെ ആരും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊന്നും
പിന്നെന്താ ഇനിയിപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരം കുട്ടികൾക്കുള്ള ചായയും പിന്നെന്താ എന്താ പറയുക ചിക്കൻ റോളില്ലേ, ചിക്കൻ റോൾ എന്താ പറയുക സ്പ്രിങ് റോളില്ലേ ഞാൻ ചെയ്തിട്ടില്ലേ വീഡിയോ, ഒരുപാട് സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയ അത് ഞാൻ റെഡിയാക്കി എടുക്കലാണ്. പിന്നെ എന്താ പറയുക അതെല്ലാം കുക്കാക്കി എടുക്കലാണ്. ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടോക്ക്, നല്ല അടിപൊളി റെസിപ്പീസാണ്. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിന് കേട്ടോ. ഇനിയും ഒരുപാട് റെസിപ്പീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. എല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ ഇതാ ചായപ്പൊടി ഏതാ വാങ്ങലെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ താജിൻ്റെ ചായപ്പൊടിയാണ് വാങ്ങൽ. എനിക്കിതെന്തോ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നലുണ്ട്, അതുകൊണ്ടാണ് വാങ്ങുന്നത്. ഇനിയിപ്പം ഈ പാലിലില്ലേ ഈ വീഡിയോ എടുക്കുന്ന ടൈം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ പാലും മറിയുന്നുണ്ടാവും, മുട്ടെല്ലാം കൈമന്ന് വീകും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഭാഗങ്ങളെല്ലാം കട്ടാക്കിയിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന എല്ലാം കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. ആ ഭാഗങ്ങളെല്ലാം ക്ലീനിങ്ങിൻ്റെ കുറേ ഭാഗങ്ങൾ കട്ടാക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം കുട്ടികൾ ബെല്ലടിച്ച് എന്താ പറയുക സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിന്. ആ ഒരു ടൈം പാല് മൊത്തത്തിൽ തിളച്ച് മാറിയിട്ടുണ്ടായി കേട്ടോ. ഇതാ മക്കൾ വന്നിട്ടുണ്ട്. മക്കൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളമെല്ലാം കൊടുത്തിട്ട് ഞാൻ വേഗം കുളിപ്പിക്കാൻ കയറ്റും കേട്ടോ. ഓന് രാവിലെ എന്താ പറയുക ഓൻ വന്നപാട് തന്നെ ഫ്രിഡ്ജാണ് നോക്കൽ വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട്. വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുഡിനൊന്നല്ല വിശക്കൽ, ബിസ്ക്കറ്റോ എന്താ പറയുക ഈ ചിപ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും എനിക്ക് വേണ്ടേ. അപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ ഓനെ കുളിപ്പിച്ച് ഫ്രഷാക്കും. കുളിപ്പിച്ച് ഫ്രഷാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമാധാനമാണ്. അത് ചെയ്യുന്നവർക്ക് അറിയണ്ടാവും. മക്കൾ സ്കൂളിലിട്ട് വന്ന് ആട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഇതെൻ്റെ ഉമ്മ ചെറുതിലേ നമ്മൾ ശീലിപ്പിച്ച കാര്യങ്ങളാണ്. ഉമ്മ ശീലിപ്പിച്ച കാര്യങ്ങൾ തന്നെ ഞാൻ മക്കൾക്കും അതുപോലെ ഫോളോ ചെയ്യും കേട്ടോ. എന്നാലും കുട്ടികൾക്ക് ആ ഒരു ചിട്ട ചെറുതിലേ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചെറുതിലെ ആ ഒരു നല്ലൊരു എന്താ പറയുക റൂട്ടീൻ അവർക്കുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചായ കൊടുക്കലാണ്. ഞാനില്ലേ മക്കൾക്ക് ചൂട് ഇല്ലാത്ത ചായ മതി. ഇക്കാക്കും എനക്കും ഇങ്ങനെ ചൂടുള്ളത് എടുത്ത് വെക്കും. എന്നിട്ട് മക്കൾക്ക് ചൂട് അവർ കുളിച്ച് വരുന്ന ടൈം ആകുമ്പോൾ എന്താ പറയുക ആ ഒരു ചായ തണിന് വരും. ഞാൻ അധികം 2 ഗ്ലാസ്സിലെല്ലാം ഒഴിച്ചിട്ട് കാണാം. അപ്പം മക്കൾ കുളിച്ച് വരുമ്പോഴേക്ക് ചായ തണിയും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഓന് കളിക്കലാണ്. ഓനിക്ക് എന്താ പറയുക കോട്ടയാടിൽ പൊടിയെല്ലാം കളയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വാക്വം ക്ലീനർ എടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കുട്ടികളുടെ കയ്യിൽ കൊടുത്താലും ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തോ, വേണ്ടവരെന്തായാലും വാങ്ങിക്കോട്ടെ, നല്ല ഉപകാരമുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ കൂടെ കുറച്ച് കളിക്കും, പഠിപ്പിക്കാനിരുത്തും, അതെല്ലാം തന്നെയാണ്. പിന്നെ രാത്രി ചോറുണ്ടെങ്കിൽ ചോറ് തന്നെ കഴിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.